ഹലോ ഹായ് വെൽക്കം ടു അവർ ചാനൽ. നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ഫോർ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ഇതിൽ നഷ്ടബോധത്തെയാണ് കാണിക്കുന്നത്. കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരു കാര്യം നിങ്ങൾ അതിൽ മാത്രം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് വേണ്ട കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് കാണുന്നത്. ജോലിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകില്ല. ആരോഗ്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകില്ല. ഇയാൾ മാറാൻ തയ്യാറല്ല. മുന്നോട്ടേക്ക് ഒരു റിസ്ക്കും എടുക്കുന്നില്ല എന്നാണ് കാണുന്നത്. നമ്മൾ എപ്പോഴും അടുത്തതിലേക്ക് എന്ന് ചിന്തിക്കണം. ഡോണ്ട് ബി എ മൈസർ. റീഇൻവെസ്റ്റ് ചെയ്യണം. വെറുതെ വെച്ചിരിക്കരുത്. നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ച കാര്യം ഇതില്ലാതെ മുന്നോട്ട് പോകാനേ പറ്റില്ലെന്ന് വിചാരിച്ച എന്തോ ഒരു കാര്യം റിലീസാക്കിയെന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മറക്കാതെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നും കാണുന്നുണ്ട്. ചില ആൾക്കാർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മറക്കാതെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നും കാണുന്നുണ്ട്. മറ്റേ പേഴ്സൺ നിങ്ങളോട് ഫോർഗീവ് ചോദിച്ചിട്ടുണ്ടാകും, എന്നാലും നിങ്ങൾക്ക് അത് മറക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. എപ്പോഴും അടുത്തതിലേക്ക് എന്ന് ചിന്തിക്കണം. പുറത്തേക്കൊക്കെ പോകണം എന്നാണ് ചിന്തിക്കുന്നവർക്ക് അതിന് വേണ്ട പണമെല്ലാം ചിലവാക്കാം എന്നാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇമോഷണലി സ്റ്റേബിളായി വെരി ഹാപ്പിയാണ്. നിങ്ങളെ വൈകാരികമായി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്കിപ്പോൾ. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങളെ മറ്റുള്ളവർ സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടാകും. നിങ്ങളൊരു രാജാവിനെ പോലെ ആകും എന്നാണ് കാണുന്നത്. മറ്റുള്ളവർ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ എല്ലാവരെയും സ്നേഹിക്കും. ദേഷ്യം, വൈരാഗ്യം, വെറുപ്പും ഒന്നും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇല്ല. എല്ലാം ഒരു ബാലൻസ് ചെയ്യുന്ന അവസ്ഥയിലാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ മെച്വേർഡ് ആയി കഴിഞ്ഞു. നിങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളും വളരെ ഭംഗിയായി ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഏസ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ഏസ് ഓഫ് ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഒരു പുതിയ തുടക്കം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് മണി മേക്കിങ്ങിന് ഒരു പുതിയ വഴി വന്നു. പുതിയ സംരംഭം, പുതിയ ജോലി, പണസമ്പാദന, പുതിയ ഓപ്പർച്യൂണിറ്റി, പുതിയ വീട്. ഇതൊരു പോസിറ്റീവ് കാർഡാണ്. നിങ്ങൾക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള വഴി ഓപ്പണായി വരുന്നുണ്ട്. സ്ലോലി അത് വീട്ടിൽ തീർക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുപോലെ നിങ്ങൾക്കൊരു വരുമാന മാർഗം ഓപ്പണായി വരുന്നു എന്നും കാണുന്നുണ്ട്. നിങ്ങളുടേതായ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്. ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം. പാസ്റ്റിൽ നിങ്ങളെ വളരെ കെയർ ചെയ്ത കാര്യം ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് വേറൊരു പ്രശ്നത്തിൻ്റെ പുറകെ പോയിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ജോലിയോ ബിസിനസ്സോ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മറ്റെന്തെങ്കിലും കാര്യമോ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, പാസ്റ്റിൽ ഞാൻ ഇതിനു വേണ്ടി എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടോ ഇപ്പോഴും അത് എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്നുണ്ട്. റീസ്റ്റാർട്ട് ചെയ്യുന്നു, പുതിയൊരു തുടക്കം ഉണ്ടാകുന്നു എന്നും കാണുന്നുണ്ട്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു കിങ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ഹീ ഈസ് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ മണി, മേക്കിംഗ് മണി. ഹീ ഈസ് നോട്ട് സെൽഫിഷ്, വെരി ഗുഡ് മെൻറ്റർ. പണത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പടവെട്ടി പോരാളിയായ ഒരാളാണ് നിങ്ങൾ. എങ്ങനെ പണം ഉണ്ടാക്കണം എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് നിങ്ങൾ നല്ലൊരു റിസൾട്ടിലേക്ക് എത്തപ്പെട്ടു. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ശക്തമായ ഒരു ടാലൻറ്റ് തന്നെയാണ്. നിങ്ങൾ അത് ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ലോസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ആ ഒരു പാഠം മനസ്സിലാക്കി പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ആ ടാലൻറ്റിലേക്ക് എത്തിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് പൈസ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യം റിയാലിറ്റിയിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ലോണോ ചിട്ടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ബിസിനസ് തുടങ്ങുവാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കാൻ പോവുകയാണ് എന്നും കാണുന്നുണ്ട്. ഇത് ഒരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നതായിരിക്കും. നിങ്ങളുടെ എനർജിയുമായി ഒത്തുപോകുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക.
ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.